ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാദൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മുട്ട ഉപയോഗിച്ച് നല്ല ഒന്നാന്തരം 4 മണി പലഹാരം തയ്യാറാക്കാൻ പോവുകയാണ്. ഈ ഒരു റമദാനും തയ്യാറാക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ തട്ടിക്കൂട്ടാൻ പറ്റുന്ന അടിപൊളി ഒരു സ്നാക്സ് തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബൗളിനകത്തോട്ട് നമുക്ക് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ 2 കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണം വരെ എടുക്കാം. വലുതായതുകൊണ്ടാണ് കേട്ടോ 2 എണ്ണം എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്നാൽ 2 കോഴിമുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടേ. ഇനി ഇതിനകത്തോട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണിൽ താഴെ കുരുമുളക് പൊടി മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നല്ല രീതിയിൽ തന്നെ ബീറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇതിനൊന്ന് പൊരിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു ചൂടായ പാനിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. നമുക്ക് മുട്ട പൊരിച്ചെടുക്കാൻ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള വെളിച്ചെണ്ണ. തണുപ്പായതുകൊണ്ടാണ് കേട്ടോ ഒരു കുറച്ച് കട്ട പിടിച്ചിരിക്കുന്നത്, അങ്ങ് മെൽറ്റായി വരും. കുറച്ച് മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ പൊരിച്ചെടുക്കാം കേട്ടോ. കുറച്ച് തിന്നായിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത്. ഈ ഒരു 2 മുട്ട കൊണ്ട് നമ്മളൊരു 3-4 മുട്ട പൊരിച്ചെടുക്കും കേട്ടോ. കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നമ്മളങ്ങ് പൊരിച്ചെടുത്താൽ മാത്രം മതി. തീരെ തിന്നായിട്ട് വേണം കേട്ടോ നമ്മൾ പൊരിച്ചെടുക്കാൻ. നമുക്ക് എത്രത്തോളം മുട്ട കിട്ടാവോ അത്രയും സ്നാക്സ് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പം തോനെ സ്നാക്സ് വേണമെങ്കിൽ ഒരു 4 മുട്ടയോളം നിങ്ങൾ കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ പൊരിച്ചെടുത്താലും മതി. എത്രയും വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മുട്ട നമ്മൾ പൊരിച്ചെടുക്കണമെന്നേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും, ലാസ്റ്റ് ചെയ്ത് തീരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതെല്ലാം നമുക്കിതാ ഇതുപോലെ പൊരിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മളിതാ കണ്ടില്ലേ, എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ആ 2 കോഴിമുട്ട കൊണ്ട് നമ്മൾ ഇത്രയും പൊരിച്ചെടുത്തിട്ടുണ്ട്. തീരെ തിന്നാണ് കേട്ടോ, ഒട്ടും തന്നെ കട്ടിയില്ല. അപ്പോൾ വലിയ മുട്ടയായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കിട്ടിയത്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 മുട്ടയോ 4 മുട്ട എടുത്താലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് കട്ടി കൂടിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. തീരെ തിന്നായിട്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഇനി ഇതിനെല്ലാം ഒന്ന് ഷേപ്പാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഷേപ്പ് ഇല്ലാതെയല്ലേ കിട്ടിയിരിക്കുന്നത്. ഇതിനെല്ലാം നമുക്ക് ഷേപ്പായിട്ട് ചെറുതായിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ഒന്നങ്ങ് റൗണ്ട് ചെയ്തെടുക്കുമ്പോഴേ നല്ല ഷേപ്പിൽ കിട്ടും കേട്ടോ. അപ്പം ഗ്ലാസ് തന്നെ വേണമെന്നില്ല, ഏതിൻ്റെയെങ്കിലും ഒരു അടപ്പായാലും മതി കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം അങ്ങ് റൗണ്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഈ ഒരു ഷേപ്പിനാണേ. അങ്ങനെ നമ്മളിതാ ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ ഷേപ്പ് ചെയ്ത് എല്ലാം നമുക്ക് അങ്ങനെ ആക്കി എടുക്കുക. കുറച്ച് മാത്രം ബാലൻസ് ഇരുന്ന മുട്ടയാണ് നമുക്ക് കഴിക്കുക. അതെല്ലാം ഉണ്ടെങ്കിൽ അത് തന്നെ ബാക്കി വരുന്ന മാവിൽ മുക്കി പൊരിക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം തന്നെ ഇതുപോലെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. ബാക്കിയുള്ള എല്ലാ മുട്ടകളും നമ്മളിതാ ഇതേപോലെയുള്ള ഷേപ്പിലാക്കി എടുക്കാൻ പോവുകയാണേ. അങ്ങനെ നമ്മളിതാ എല്ലാ മുട്ടയും കട്ട് ചെയ്ത് ഇതുപോലെ റൗണ്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അത്രയും മുട്ട കൊണ്ട് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഇതുപോലെ നല്ല റൗണ്ടിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഓരോ സ്പൂൺ വെച്ച് കോരി ഒഴിച്ച് പൊരിച്ചെടുത്താലും മതി. എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ, എളുപ്പത്തിന്. ഇതിന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിനകത്തോട്ട് കുറച്ച് കടലമാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 1.5 ഗ്ലാസോളം കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഒരു 1/4 ടീസ്പൂണിൽ താഴെ മാത്രം ചെറുതായിട്ടൊന്നങ്ങ് വിതറി കൊടുത്താൽ മതിയേ. കാരണം ഇത് പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഒട്ടും തന്നെ എരിവില്ലേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറും കിട്ടും. നല്ലതാണ് കേട്ടോ നമ്മൾ കായപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ. അപ്പോൾ നമുക്ക് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണിൽ താഴെ ഒരു നുള്ള് മാത്രം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മാത്രം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പോകുകയാണ്. ഒരു ബാറ്ററാണ് കേട്ടോ തയ്യാറാക്കാനുള്ളത്. കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ. നമ്മൾ മുളക് ബജിയൊക്കെ തയ്യാറാക്കത്തില്ല, അതുപോലെ തന്നെ മുട്ട ബജിയൊക്കെ തയ്യാറാക്കുക, അതേപോലെ സെയിം തന്നെ കേട്ടോ. നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ തന്നെ ലൂസാക്കി എടുക്കണം ഈ ഒരു മാവിനെ. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് തിക്കും അല്ല, എങ്കിലും അധികം ലൂസും അല്ലാത്ത രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാനിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല തണുപ്പായതുകൊണ്ടാണ് ഇതുപോലെ മെൽറ്റ് ആവാതെ കട്ട പിടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണ നല്ല രീതിയിൽ തന്നെ ചൂടാക്കിയെടുക്കാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഏത് ഓയിലായാലും കുഴപ്പമില്ലേ. വെളിച്ചെണ്ണ നല്ലതുപോലെ തന്നെ ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് ഓരോ മുട്ടയും എടുത്ത് ആ ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് അങ്ങ് പൊരിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം വെളിച്ചെണ്ണ നല്ല രീതിയിൽ തന്നെ ചൂടായി വരട്ടെ. ഓയിലൊക്കെ നല്ല രീതിയിൽ തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് പൊരിച്ചെടുക്കാൻ പോവുകയാണ്. ഈ ഒരു ബാറ്ററിലേക്ക് നമ്മുടെ മുട്ടയെ ഡിപ്പ് ചെയ്തിട്ട് നമ്മളൊന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. നല്ല ക്രിസ്പിയായിട്ട് തന്നെ ഇരിക്കട്ടെ. ആ ഒരു ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ. കുറച്ച് നേരം ഇരിക്കുമ്പോഴാണ് ഇതങ്ങ് തണുത്ത് പോകുന്നത്. അല്ലെങ്കിൽ നല്ല ക്രിസ്പിയായിട്ടിരിക്കും, നല്ല ടേസ്റ്റാണ്. തണുത്താലും കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് പൊരിച്ചെടുത്താലും മതി. അപ്പോൾ നമ്മൾ ചായയൊക്കെ ഇട്ടതിന് ശേഷം വേണം കേട്ടോ ഇത് പൊരിച്ചെടുക്കാൻ. അപ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ്. ഒരു വട്ടം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാകും. ഇത് നല്ല രീതിയിൽ തന്നെ വീർത്ത് വരും കേട്ടോ.
അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം ഇതുപോലെ പൊങ്ങി വന്നാൽ നമുക്ക് മറുഭാഗം കൂടി അങ്ങനെ ഇട്ട് കൊടുത്ത് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമ്മളിത് ഇതുപോലെ പൊരിച്ചെടുക്കണം കേട്ടോ. ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനേ. നമ്മൾ പൂരിയൊക്കെ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കില്ലേ, അതേപോലെ തന്നെ കേട്ടോ. കുറച്ച് വലിയ കടായി ആണെങ്കിൽ പിന്നെ നമുക്ക് 1, 2 ഇട്ട് പൊരിച്ചെടുക്കാമേ. ഞാൻ ഓരോന്ന് വീതമാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. കുറച്ച് വലിപ്പം കുറഞ്ഞ കുഴിയുള്ള ഫ്രൈ പാനാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിത് ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഞാൻ പൊരിച്ചെടുക്കാൻ പോവുകയാണ്. നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും കേട്ടോ. നമ്മളെ പൂരിയൊക്കെ പൊരിച്ചെടുക്കുന്നതൊക്കെ തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ അങ്ങ് പൊരിച്ചെടുക്കാം. ഈ ഒരു റമദാനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ല വെറൈറ്റി സ്നാക്സ് തന്നെയാണ് കേട്ടോ. ഓരോ ദിവസവും ഓരോ സ്നാക്സ് ആണല്ലോ നമ്മൾ റമദാന് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും തന്നെ ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് ആ ഒരു ടൈമിൽ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അധികം റിസ്ക്കും ഇല്ല, ഒട്ടും തന്നെ പേടിക്കുകയും വേണ്ട, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ അങ്ങനെ എല്ലാം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ വീർത്ത് വരുന്നത് കാണാൻ കണ്ടില്ലേ. ഇതുപോലെ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. നല്ല ക്രിസ്പി ആയിരിക്കും. നമ്മൾ ആ ചൂടോടെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ്. ഇതിൻ്റെ കൂടെ നമ്മൾ പിന്നെ സോസൊക്കെ ചേർത്ത് കഴിച്ചാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കായിരിക്കും ഒത്തിരി ഇഷ്ടമാവും. അകത്ത് മുട്ടയും ഈ ഒരു പുറത്ത് ഈ ഒരു ഫില്ലിങ്ങും കൂടെ വരുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാം ഇതുപോലെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി ഒരു ചായയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു സ്നാക്സ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ്. മക്കളൊക്കെ സ്കൂളിൽ വിട്ട് കഴിയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കൂ, അവർക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാനും മറക്കണ്ട, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇൻഷാ അല്ലാ.